1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് അവർ കൂട്ടബലാത്സംഗം അടക്കം 10 കുറ്റങ്ങളാണ് അവരുടെ മേലുള്ളത്. ഇതിൽ എല്ലാവർക്കും തുല്യമായ ശിക്ഷ കിട്ടുമോ, പരമാവധി ശിക്ഷ ലഭിക്കാനുള്ള സാധ്യതകളുണ്ടോ എന്നൊക്കെയാണ് ഇനി നമുക്ക് അറിയാനുള്ളത്. അല്പസമയത്തിനകം ഏതാണ്ട് 20 മിനിറ്റിന്റെ കാത്തിരിപ്പേ ഉള്ളൂ. അപ്പോഴേക്കും ശിക്ഷാവിധി പ്രഖ്യാപിക്കും. എന്താണ് കോടതിയിൽ നിന്ന് നൽകാനുള്ള പുതിയ വിവരങ്ങൾ വിപിൻ? യെസ് ജി കെ, ഇപ്പോൾ ഈ കോടതി പരിസരം ആകെ തന്നെ ആ ഒരു ആകാംക്ഷയിലാണ്. കേരളം ഇത്രയേറെ ഉറ്റുനോക്കിയിട്ടുള്ള ഒരു വളരെ കുറ്റകൃത്യം, അതിൽ എന്തായിരിക്കും കോടതിയുടെ ശിക്ഷാവിധി എന്നറിയാൻ അതിന്റെ വാദം എല്ലാം തന്നെ കഴിഞ്ഞിരിക്കുന്നു. ഇനി മറ്റ് നടപടികളിലേക്ക് കടക്കുകയാണ്. 3:15 കഴിഞ്ഞിരിക്കുന്നു. ഇനി വെറും 15 മിനിറ്റും മാത്രമാണ് നടിയെ ആക്രമിച്ച കേസിൽ 2017 ഫെബ്രുവരി 17 മുതൽ ഇന്ന് വരെ നടന്നിട്ടുള്ള വാദപ്രതിവാദങ്ങൾ, അതിന്റെ വ്യവഹാരങ്ങൾ, വിചാരണ, കോലിളക്കങ്ങൾ ഒക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അത്രയേറെ സമൂഹത്തിലും സിനിമാ മേഖലയിലും ഉണ്ടാക്കിയിട്ടുള്ള ഒരു പിളർപ്പ്, അല്ലെങ്കിൽ അത്രത്തോളം ചർച്ചയായ മറ്റൊരു കേസുണ്ടോ എന്ന് പോലും സംശയമായി നിൽക്കുന്നു. ആ ഒരു കേസിലാണ് ഇപ്പോൾ ഈ ശിക്ഷ വിധിക്കിയിരിക്കുന്നത്. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കൃത്യമായിട്ടുള്ള ഗൂഢാലോചന നടത്തി ഒരു പ്രമുഖ നടിയെ വാഹനത്തിൽ കയറ്റി കൂട്ടബലാത്സംഗം ചെയ്തു എന്നുള്ളത് കോടതിയിൽ തെളിഞ്ഞിരിക്കുന്നു. ആ പ്രതികൾക്ക് എന്ത് ശിക്ഷ എന്നുള്ളത് അറിയാനാണ് ഇനിയുള്ള 15 മിനിറ്റ് മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ഇതിൽ ഇന്നിപ്പോൾ അപേക്ഷിച്ചും ഒക്കെ വീട്ടിലെ പല കഥകളൊക്കെ പറഞ്ഞും ഈ പ്രതികൾ കോടതിയിൽ പറഞ്ഞിരുന്നു. അമ്മ മാത്രമേ ഉള്ളൂ എന്നും കുട്ടികളെ നോക്കാൻ മറ്റു വഴികളില്ല എന്നുള്ളതും ഒക്കെ പറഞ്ഞിരുന്നു. ഈ കേസിനെ കുറിച്ച് അറിയില്ല, അല്ലെങ്കിൽ അറിയാതെ ഇതിൽ വന്ന് പെട്ടതാണ് എന്നൊക്കെയുള്ള വാദങ്ങൾ ഈ പ്രതികളുടെ ഒക്കെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ പരമാവധി ശിക്ഷ, ഇത് ഈ സ്ത്രീകളുടെ അന്തസ്സിന് തന്നെ കളങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള പെരുമാറ്റം, അല്ലെങ്കിൽ അത്ര വലിയൊരു കുറ്റകൃത്യമാണ് നടന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു പരമാവധി ശിക്ഷയായിട്ടുള്ളത് നൽകണം ആവശ്യം. ഇപ്പോൾ കൂട്ടബലാത്സംഗമാണ് തെളിഞ്ഞിരിക്കുന്നതെങ്കിൽ അതിൽ 20 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം എന്നുള്ളതാണ്. ഇനി അതിനപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ IT ആക്ട് അല്ലെങ്കിൽ ലൈംഗികപരമായിട്ടുള്ള രീതിയിൽ വീഡിയോ എടുക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് തെളിഞ്ഞാണ്. അങ്ങനെയാണെങ്കിൽ അതിന് 5 വർഷം മറ്റൊന്നാവാം. ഇതെല്ലാം ചേർത്ത് ഏകദേശം എത്ര വർഷം ഒരാൾക്ക് ലഭിക്കും എന്നുള്ളതും വളരെ എടുത്തു പറയേണ്ടതാണ്. ഇപ്പോൾ പൾസർ സുനിയാണെങ്കിൽ 7.5 വർഷത്തോളം ജയിൽ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ അത് മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഇനി എത്ര വർഷം കൂടി അനുഭവിക്കണം എന്നുള്ളത് കോടതി ഈ വിധിയിൽ പറയും. ഇങ്ങനെ 6 പ്രതികളാണുള്ളത്. 6 പേരും അവർക്ക് വേണ്ട ഒരു ആനുകൂല്യങ്ങളെ സംബന്ധിച്ചിട്ടൊക്കെ സംസാരിച്ചിരുന്നു. എന്നാൽ പരമാവധി ശിക്ഷ എന്നുള്ളതിൽ കുറഞ്ഞ മറ്റൊന്നും ഇല്ല എന്നുള്ളത് പ്രോസിക്യൂഷനും വാദിച്ചു നിൽക്കുന്ന ഈ ഒരു ഘട്ടം. ഇതെല്ലാം കൂടി കേട്ടതിന് ശേഷം ലെറ്റ് മി സീ എന്നുള്ളതാണ് ഇപ്പോൾ ജഡ്ജ് ഹണി എം വർഗീസിന്റെ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത്. ഈ 15 മിനിറ്റിനുള്ളിൽ തന്നെ കൃത്യമായിട്ടുള്ള ആ വിധി പുറത്തേക്ക് വരികയാണ്. അതിനുശേഷം വിധി പകർപ്പ് ഉണ്ടാവും. ഈ വിധി പകർപ്പിൽ ആയിരിക്കും എങ്ങനെയാണ് മറ്റു 4 പ്രതികൾ, ദിലീപ് ഉൾപ്പെടെയുള്ള മറ്റു 4 പ്രതികൾ എങ്ങനെയാണ് പുറത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായത്, അല്ലെങ്കിൽ ഏത് തരം ഗൂഢാലോചനയാണ് അതിൽ തെളിയാതെ പോയത്, എന്ത് വീഴ്ചയാണ് ഈ കേസിൽ പ്രോസിക്യൂഷനെ സംബന്ധിച്ചുണ്ടായിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരം കിട്ടേണ്ടതുണ്ട്. കാരണം ഈ കേസ് ഇപ്പോൾ ഈ വിധി വന്നതിന് ശേഷം, ശിക്ഷ ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിനു ശേഷം പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ളവർ, അല്ലെങ്കിൽ സിനിമാ മേഖലയിലെ പ്രധാനപ്പെട്ട ഇപ്പൊ അമ്മയുടെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും ആ മൗനത്തിൽ തന്നെയാണ്. ഇതേക്കുറിച്ചൊരു പ്രതികരണം നടത്തിയിട്ടില്ല. അവർ ശിക്ഷാവിധി ലഭിക്കട്ടെ, അല്ലെങ്കിൽ അതിന്റെ പകർപ്പ് ലഭിക്കട്ടെ, അതിനുശേഷമുള്ള ഒരു പ്രതികരണം എന്നുള്ളതിലേക്കാണ് കടക്കുന്നത്. സിനിമാ മേഖല ഇപ്പോൾ തന്നെ അതിന്റെ ഒരു ഭിന്നത നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലായി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് കൂടിയാണ് ഈ കേസിലെ ശിക്ഷാവിധിക്ക് ഇപ്പോൾ ഈ വിചാരണ കോടതി തയ്യാറാവുന്നത്. വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 6 പേർക്ക് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി എന്തു ശിക്ഷയാണ് വിധിക്കാൻ പോകുന്നത് എന്നറിയാൻ ഇനി 15 മിനിറ്റിന്റെ കാത്തിരിപ്പേ ഉള്ളൂ. 3:30 വിധി പറയും എന്നാണ് കോടതി വ്യക്തമാക്കിയത്. കുറ്റക്കാർക്ക് പരമാവധി ശിക്ഷ നൽകണം എന്ന് പ്രോസിക്യൂഷനും ശിക്ഷ ഇളവ് വേണം എന്ന് പ്രതികളും വാദിച്ചു. ജില്ലാ സെഷൻസ് ജഡ്ജി ഹണി എം വർഗീസാണ് ശിക്ഷ വിധിക്കുക. അല്പസമയത്തിനകം തന്നെ ഈ കേസിലുള്ള 6 പ്രതികൾക്കും, കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയ 6 പ്രതികൾക്കുമുള്ള ശിക്ഷ എന്താണ് എന്ന് വ്യക്തമാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.